സത്യമംഗലം കാടുകളുടെ ആഴങ്ങളിൽ നിന്ന് തമിഴകത്തിന്റെ രാഷ്ട്രീയ മൈതാനങ്ങളിലേക്ക് വീരപ്പൻ എന്ന പേര് വീണ്ടും ഇരമ്പിയാർക്കുകയാണ്. ചന്ദന മരങ്ങളുടെ മണവും ആനക്കൊമ്പുകളുടെ തിളക്കവും ചോര കിനിയുന്ന പോരാട്ടങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടം കാടിറങ്ങിയിട്ട് 2 പതിറ്റാണ്ട് തികയാറാകുന്നു. 2004 ഒക്ടോബർ 18 അന്ന് പ്രത്യേക ദൗത്യസേനയുടെ വെടിയുണ്ടകൾക്ക് ഇരയായി ആ കാട്ടുരാജാവ് വീണെങ്കിലും അയാളുടെ നിഴൽ ഇന്നും തമിഴ്നാടിന്റെ മണ്ണിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലെന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മിയും മകൾ വിദ്യാറാണിയും ഒരേ സമയം ജനവിധി തേടുമ്പോൾ പ്രതികാരത്തിന്റെയും അതിജീവനത്തിന്റെയും രാഷ്ട്രീയ രചന കൂടിയാണത്. പതിറ്റാണ്ടുകളോളം കർണാടക തമിഴ്നാട് സർക്കാരുകളെയും സുരക്ഷാ സേനയെയും മുൾമുനയിൽ നിർത്തിയ വീരപ്പൻ എന്ന പേര് കാടിന് വെളിയിലുള്ളവർക്ക് ഭീതിയായിരുന്നുവെങ്കിൽ കാടിനുള്ളിലെയും അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരുടെയും മനുഷ്യർക്ക് അയാൾ ഒരു റോബിൻ ഹുഡ് ആയിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ട അവരുടെ ആവശ്യങ്ങളിൽ തുണയായ ഒരു വീരപുരുഷൻ. ഈ വികാരത്തെയാണ് മുത്തുലക്ഷ്മിയും മകളും ഇപ്പോൾ രാഷ്ട്രീയ മൂലധനമാക്കുന്നത്. ഭർത്താവിന്റെ രാഷ്ട്രീയ മോഹങ്ങളെ ഭയന്നാണ് ഭരണകൂടം അദ്ദേഹത്തെ ചതിയിലൂടെ കൊലപ്പെടുത്തിയതെന്നാണ് മുത്തുലക്ഷ്മിയുടെ ഉറച്ച നിലപാട്. അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായനെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അതിൽ നഷ്ടപ്പെട്ടുപോയ ഒരു സാമ്രാജ്യത്തിന്റെ വേദനയുണ്ട്. ഇത്തവണത്തെ കൃഷ്ണഗിരി മണ്ഡലത്തിലാണ് മുത്തുലക്ഷ്മി തന്റെ ഭാഗ്യം പരീക്ഷിക്കുന്നത്. തമിഴ്നാട് വാൾമുരിയുമൈ കക്ഷിയുടെ ബാനറിൽ അവർ മത്സരിക്കുമ്പോൾ അത് തന്റെ ഭർത്താവ് കാടുകളിൽ നടത്തിയ പോരാട്ടങ്ങൾ പാവപ്പെട്ടവർക്കും സ്വന്തം കൂട്ടാളികൾക്കും സംരക്ഷിക്കാനാവുമെന്നായിരുന്നുവെന്ന് അവർ വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2006 സ്വതന്ത്രയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ട മുത്തുലക്ഷ്മി നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും കരുത്തോടെ മടങ്ങിയെത്തുന്നത്. താൻ ജയിച്ചാൽ കൃഷ്ണഗിരിയിലെ പാറമടകൾ അടച്ചുപൂട്ടുമെന്നും പ്രകൃതിയെ സംരക്ഷിക്കുമെന്നുമുള്ള അവരുടെ വാഗ്ദാനത്തിന് പിന്നിൽ വീരപ്പൻ കാത്തുസൂക്ഷിച്ച കാടിന്റെ സ്മരണകളുണ്ട്. ഈ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് മകൾ വിദ്യാറാണി തന്നെയാണ്. ഒരു അഭിഭാഷക കൂടിയായിട്ടുള്ള 35-കാരിയായിട്ടുള്ള വിദ്യാറാണി തന്റെ പിതാവിന്റെ പേര് രാഷ്ട്രീയത്തിൽ എത്രത്തോളം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വിദ്യാറാണിക്ക് ലഭിച്ചത് 1 ലക്ഷത്തിലധികം വോട്ടുകളാണ്. അത് എല്ലാവരെയും അമ്പരപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത എന്നാൽ വീരപ്പന്റെ മകൾ എന്ന ലേബലിൽ മാത്രം എത്തിയ ഒരു യുവതിക്ക് ഇത്രയധികം വോട്ടുകൾ ലഭിച്ചത് വീരപ്പൻ എന്ന ബിംബത്തിന് ഇന്നും തമിഴ് ജനതയ്ക്കിടയിലുള്ള സ്വാധീനമാണ് വ്യക്തമാക്കുന്നത്. ആ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ മേട്ടൂർ മണ്ഡലത്തിൽ സീമാന്റെ നാം തമിഴർ കക്ഷിയുടെ സ്ഥാനാർത്ഥിയായി വിദ്യാറാണി അംഗത്തിനിറങ്ങുന്നത്. തമിഴ് ദേശീയതയുടെയും സ്വത്വരാഷ്ട്രീയത്തിന്റെയും പശ്ചാത്തലത്തിലാണ് വിദ്യാറാണി വോട്ട് ചോദിക്കുന്നത്. പിതാവിന്റെ കർമ്മഭൂമിയായിരുന്ന മേട്ടൂരിന്റെ മണ്ണിൽ വീരപ്പന്റെ രക്തത്തിന് ഇനിയും സ്വാധീനമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ ഒരു കുറ്റവാളിയായിരുന്നില്ല, ഒരു പോരാളിയായിരുന്നു എന്ന വിദ്യാറാണിയുടെ വാക്കുകൾ യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. BJP വിട്ട് നാം തമിഴർ കക്ഷിയിൽ ചേർന്നതിലൂടെ തമിഴ് വികാരം കൂടുതൽ തീവ്രമായി ഉയർത്താനാണ് വിദ്യാറാണി ശ്രമിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നേടിയ 1 ലക്ഷം വോട്ടുകൾ ഇത്തവണ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാകുമെന്ന് മുത്തുലക്ഷ്മിയും മകളും പ്രതീക്ഷിക്കുകയാണ്. സത്യമംഗലം കാടുകളിൽ നിന്ന് നിയമസഭയുടെ പടവുകളിലേക്കുള്ള ഈ കുടുംബത്തിന്റെ യാത്രയിൽ രാഷ്ട്രീയത്തിനപ്പുറം വൈകാരികമായിട്ടുള്ള ഒരു തലം കൂടിയുണ്ട്. ഭരണകൂടത്തിന്റെ വേട്ടയാടലുകൾക്ക് ഇരയായ ഒരു കുടുംബം ജനവിധിയിലൂടെ മറുപടി നൽകാൻ ശ്രമിക്കുകയാണ്. വീരപ്പൻ മരിച്ചെങ്കിലും അയാളുടെ ഓർമ്മകൾ വോട്ടായി മാറുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരു വശത്ത് DMKയും AIDMKയും പോലുള്ള വമ്പൻ കക്ഷികൾ പോരാടുമ്പോൾ മറുവശത്ത് വീരപ്പൻ എന്ന പേര് മാത്രം ആയുധമാക്കി ഒരു കുടുംബം ചരിത്രം മാറ്റി എഴുതാൻ ശ്രമിക്കുകയാണ്. കൃഷ്ണഗിരിയിലെയും മേട്ടൂരിലെയും ഗ്രാമവീഥികളിലൂടെ മുത്തുലക്ഷ്മിയും മകൾ വിദ്യാറാണിയും സഞ്ചരിക്കുമ്പോൾ സത്യമംഗലം കാടുകൾ നിശബ്ദമായി ആ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടാവാം. കാടിറങ്ങിയ ആ വീരഗാഥ നിയമസഭയിൽ മുഴങ്ങിക്കേൾക്കുമോ എന്ന് ഇനി ജനം തീരുമാനിക്കും. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ തന്റെ ഭർത്താവ് നടത്തിയ ശ്രമങ്ങൾ താൻ തുടരുമെന്ന് മുത്തുലക്ഷ്മി ആവർത്തിച്ച് പറയുമ്പോൾ അതൊരു പുതിയ തുടക്കമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ ആ വോട്ട് നില വീരപ്പന്റെ കുടുംബത്തിന് നൽകുന്ന രാഷ്ട്രീയ മാന്യത ചെറുതല്ല. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വീരപ്പൻ എന്ന പേര് ഇനിയും പല അട്ടിമറികൾക്കും കാരണമാക്കിയേക്കും. പണ്ട് തോക്കിലൂടെ സംസാരിച്ചവർ ഇന്ന് വോട്ട് യന്ത്രത്തിലൂടെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ അമ്മയുടെയും മകളുടെയും പോരാട്ടം തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു വലിയ അധ്യായമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിലനിൽപ്പിനും നീതിക്കും വേണ്ടിയുള്ള ഈ യാത്ര കാടുകളിൽ നിന്ന് നാടിന്റെ ഹൃദയത്തിലേക്കാണ്.